എന്തുകൊണ്ടാണെന്നറിയില്ല കേട്ടോ. 2026 പ്ലാൻ ലിസ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു കാര്യമായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയ ബാൽക്കണി അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായി കേട്ടോ. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് സമയം ഒന്നിനും എല്ലാം കൂടി എത്താത്തതുകൊണ്ട് കുറേ ചെടിയൊക്കെ ഉണങ്ങിപ്പോയി, കുറേ ഇതൊക്കെ ആയി. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് എല്ലാം മാറ്റി, പിന്നെ അവിടെ ഇങ്ങനെ പ്രാവിൻ്റെ ഒരുപാട് വേസ്റ്റൊക്കെ വന്ന് കിടന്നിട്ട് ആകെ വൃത്തിയുടെ കിടക്കായിരുന്നു. അപ്പോൾ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ തൂക്കി നമുക്കത് ഒന്ന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലമാക്കി മാറ്റാനായിരുന്നു ഇത്തവണത്തെ പ്ലാൻ കേട്ടോ. ഇത് ബാൽക്കണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ചെടി വെച്ചിരുന്നപ്പോൾ ആലോചിച്ചിരുന്നത് നമ്മളിവിടെ വന്ന് ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും എന്നായിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇരിക്കലൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ആദ്യം പറഞ്ഞത് തന്നെയാണ് കേട്ടോ റീസൺ. പ്രാവിൻ്റെ ഒരുപാട് വേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ടും നല്ല പൊടിയുള്ളതുകൊണ്ടും നമുക്ക് വൃത്തിയാക്കാതെ പെട്ടെന്ന് വന്ന് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു വില്ല എന്ന് പറയുമ്പം 3.25 സെൻറ്റിലായതുകൊണ്ട് തന്നെ ഉള്ള സ്പേസൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല നമുക്ക് ഇരിക്കാനുള്ള നല്ലൊരു മൂഡിൽ നല്ലൊരു വൈബിൽ കൊണ്ടുവരണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും മാറി മാറി ഇരിക്കാമല്ലോ. ബാൽക്കണിയിൽ ഒരുപാട് ചെടി വെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹവും അധികം ചെടി വേണ്ട എന്നുള്ളത് പാരൻസിൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വർഷത്തോളം ഞങ്ങളുടെ ആഗ്രഹത്തിൽ പോയി. അപ്പോൾ ഈ ഒരു പാരൻസിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ചെടി വെച്ചിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആശ്വസിക്കാനായിട്ട് ഇവനെയും കൂട്ടിയോട് വന്നതാണ് കേട്ടോ. അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടേക്കുന്ന സ്ഥലമാണെന്നൊന്നും പിള്ളേർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരവരുടേതായിട്ടുള്ള സകലമാന കുരുത്തക്കേടുകൾ അവിടെ ചെയ്ത് ഒപ്പിക്കും കേട്ടോ. അവിടെ കിടന്നിരുന്ന ചെയറിൽ മണ്ണൊക്കെ വാരിപ്പൊത്തി, പിന്നെ തൊട്ടിപ്പുറത്തൊരു ജനലിൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു, അവിടെ ആയാലും മണ്ണൊക്കെ മൊത്തം തൂവി. എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് അടിച്ച് കഴുകി എല്ലാം വൃത്തിയാക്കിയൊരു സ്ഥലമാണെന്നുള്ളത് പിന്നെ കണ്ടാൽ പറയില്ല. എന്തൊക്കെയായാലും കുഴപ്പമില്ല, കുറച്ച് നേരം അവനിങ്ങനെ ഇരുന്ന് കളിക്കുമല്ലോ. ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർ വിചാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല കേട്ടോ. മിക്ക പിള്ളേരുള്ള വീട്ടിലും ഇങ്ങനെയായിരിക്കും അവസ്ഥ. അവിടെ ഉള്ളവരിങ്ങനെ ക്ലീൻ ചെയ്ത് ഇതാക്കിയിടും. അവിടുത്തെ കുട്ടിക്കുറുമ്മമാർ എന്നും ഇങ്ങനെയാണെന്നുള്ള തരത്തിൽ ആ വീട് അടക്കി മറിച്ച് കലക്കിയൊക്കെ ഇടും കേട്ടോ. ഇതേപോലെ തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പുറത്തെ ഒരു ഗാർഡൻ സ്പേസ് ക്ലീൻ ചെയ്യണത് ഇവനിങ്ങനെ നടക്കാനും കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റില്ല. ശരിക്കും നമ്മളായാലും കുറച്ചിങ്ങനെ പുറകെയൊക്കെ നടക്കണമല്ലോ. റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, നമുക്ക് കുറച്ച് നടക്കണമല്ലോ. ഇതാകുമ്പോൾ നമുക്കിവിടെ ആ ഒരു സ്പേസിൽ കളിച്ചോളും, നമ്മളവിടെ മാറി ഇരുന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ കളിപ്പാട്ടൊന്നും വേണ്ടാന്നേ. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്, മണ്ണ്, ചിരട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിള്ളേർക്ക് ആവശ്യം. ഒരുപാട് പൈസ കൊടുത്ത് കളിപ്പാട്ടുകളൊക്കെ വാങ്ങിക്കണേക്കാട്ടിയും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എൻ്റെ 2 കുട്ടികളും കളിച്ച് വളർന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതേപോലത്തെ കുട്ടിക്കുറുമ്മമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.